കാട് കയറി കിടന്ന പ്രോപ്പർട്ടി. ഓയിൽ ഫീൽഡിൽ വലിയ ഒരു ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിത്വം ജോലി രാജിവെച്ച് നാട്ടിൽ വന്ന് പുള്ളിയുടെ ഡ്രീം ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് റൈസ് മിസ് ചെയ്യരുത്. ഇവര് ഇത് ഓരോ സ്ഥലത്തും ഊട്ടി, മൈസൂർ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് നട്ടുപിടിപ്പിച്ചാണ്. ഒന്നും ഇവിടെ പ്രകൃതി രമണീയമായി വന്നതല്ല. നാല് റൂംസ് ഉള്ളൊരു ലിമിറ്റഡ് എഡിഷൻ പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം. പ്രീമിയം പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത ഓരോ റൂംസിനും ഒരു പ്രൈവറ്റ് പൂളാണ്. ഫർണിച്ചേഴ്സ് സോളിഡ് വുഡ് ബെഞ്ച് ആണ്. ആക്ച്വലി വുഡ് ബെഞ്ച് എന്നൊക്കെ പറയും. ഇത് സിംഗിൾ പീസ് തടിയിലാണ് ചെയ്യുന്നത്. വേസ്റ്റ് തടിയെന്ന് അവർ പറഞ്ഞു. അടിപൊളി എഡ്ജ്ലെസ് ആയിട്ടുള്ള, മാത്രമല്ല അതിനകത്ത് കണ്ണാടി നോക്കുമ്പോൾ തന്നെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ അതിശയമാണ്. ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നതാണ് ഇവനിവിടുത്തെ ആളാന്നാ തോന്നുന്നത്. ഇതിന്റെ ഒരു ഭംഗി എന്താണെന്ന് അറിയാമോ സൂര്യ? ഞാൻ കാണാം ഏതൊരു പോയിന്റ് വന്ന് നിന്നാലും നേച്ചറിലോട്ട് ഇൻഫിനിറ്റി വ്യൂ ആണ്. അതെ അല്ലേ? ടോയ്ലറ്റിൽ കൂടെ പോയാൽ നമ്മൾ വേറൊരു സ്ഥലത്ത്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോ കുവലേറ്റത്താണ് അല്ലേ? കുവലേറ്റം വാഗമണ്ണിൽ ഒരു അരമണിക്കൂർ മാറിയിട്ട് ഉള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കുവലേറ്റം എന്ന് പറയുന്നത്. തേയിലത്തോട്ടങ്ങളും മലനിരകളും ഇത് ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിവിടെ ഏർലി മോർണിംഗ് ഈ സിൽവൻ റിസോർട്ട്സ് അല്ലേ? സിൽവൻ റിസോർട്ട്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് റൈസ് മിസ് ചെയ്യരുത്. കാരണം ബേർഡ്സിന്റെ ഒരു കോൺഫറൻസ് ഒക്കെ കേൾക്കാം നമുക്ക്. വളരെ ബ്യൂട്ടിഫുൾ കോൺഫറൻസ്, പ്ലസന്റ് മോർണിംഗ് ആണ്. നമുക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് ടൂർ ചെയ്താലും. അപ്പൊ ഇതൊരു കാട് കയറി കിടന്ന ഏരിയ ആയിരുന്നു അതിന്റെ ഓണർ പറഞ്ഞത്. അതെ, ഫുള്ള് ബിൽഡ് ചെയ്തിട്ട്. അതെ, സിൽവൻ റിസോർട്ട് നെസ്റ്റഡ് ഇൻ നേച്ചർ. ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത ഓരോ റൂംസിനും പ്രൈവറ്റ് പൂളാണ്. പ്രൈവറ്റ് പൂളുണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ഇൻഫിനിറ്റ് വ്യൂ ആണ്. അമേസിംഗ് വ്യൂ ആണ്. നേരത്തെ ബുക്ക് ചെയ്യണം, കാരണം ഇവിടെ ഏകദേശം 4 റൂംസേ ഉള്ളൂ. 4 റൂംസ് ഉള്ളൊരു ലിമിറ്റഡ് എഡിഷൻ പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം. ഒരു പ്രീമിയം പ്രോപ്പർട്ടിയാണ്. നല്ല അമ്യൂണിറ്റീസ് ഒക്കെ ഉള്ള. പിന്നെ ഇതൊക്കെ നന്നായിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ പന്തലൊക്കെ ചെയ്യണം. ഇവിടെ തേൻ കുടിക്കാനായിട്ട് മറ്റേ കിളികളിങ്ങനെ ഫ്ലൈ ചെയ്ത് നിന്ന് തേൻ കുടിക്കുന്ന ഉള്ളു. അതിനകത്ത് ഒരുപാട് തേനുള്ള ഫ്ലവറാണ്. നല്ല ഭംഗിയുണ്ട്. ഫ്ലാസ് കാണാം. ഇതൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അതൊരു തണുപ്പത്ത് കൂടുതൽ ഇങ്ങനെയുള്ള ഭംഗിയുള്ള ഈ ഫ്ലവേഴ്സൊക്കെ പൂക്കുന്നത്. കൊടൈക്കനാലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ആണല്ലോ. പല വെറൈറ്റി ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത. ഈ തണുപ്പ് ക്ലൈമറ്റ് ആകുമ്പോഴത്തേക്ക് കൂടുതലും ഫ്ലവേഴ്സ് ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഫ്ലവേഴ്സ്. പക്ഷെ ഇത് ഓരോ സ്ഥലത്തും ഊട്ടി, മൈസൂർ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് നട്ടുപിടിപ്പിച്ചാണ്. ഒന്നും ഇവിടെ പ്രകൃതി രമണീയമായി വന്നതല്ല. ഇതൊരു കാട് കയറി കിടന്ന പ്രോപ്പർട്ടി. ഓയിൽ ഫീൽഡിൽ വലിയ ഒരു ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിത്വം ജോലി രാജിവെച്ച് നാട്ടിൽ വന്ന് പുള്ളിയുടെ ഡ്രീം ബിൽഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് ആണ്. വ്യൂ അല്ലേ? ആക്ച്വലി ഇവിടെ ഇരുന്നാലും ഒരു ഇൻഫിനിറ്റ് വൈൽഡ് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മദർ നേച്ചർ ബ്ലെൻഡഡ് ഇൻ മദർ നേച്ചർ. ഇതെല്ലാം ആക്ച്വലി ഇവർക്ക് 25 ഏക്കറിൽ ഇതിന്റെ കൃഷിയുണ്ട്, ഏലക്കയുടെ കൃഷിയുണ്ട്. ഇതെല്ലാം ഇവരുടെ തോട്ടമാണ്. ഇവർ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. 25 ഏക്കേഴ്സ് ഉണ്ട്. അവിടെ ഒരു സ്ട്രീം ഒക്കെ ഉണ്ട്, പ്രൈവറ്റ് സ്ട്രീം. കുളിക്കാനൊക്കെ പറ്റും മഴ സമയത്ത്. നമുക്ക് പോവാം. ഇവിടുത്തെ ആളാണ്.
കാണാമെന്നാ തോന്നുന്നു. അതെ. വാടാ. കം 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 കം. Good boy. Good boy ആണ്. ഇതിന്റെ ഒരു ഭംഗി എന്താണെന്ന് അറിയാമോ സൂര്യ? ഞാൻ കാണാം ഏതൊരു പോയിന്റ് വന്ന് നിന്നാലും നേച്ചറിലോട്ട് ഇൻഫിനിറ്റി വ്യൂ ആണ്. അതെ അല്ലേ? ഭയങ്കര 360 ഡിഗ്രി വ്യൂ ആണ്. 360 ഡിഗ്രിയിൽ ഇൻഫിനിറ്റി വ്യൂ അല്ലേ? നോക്കി. അത് മാത്രം ഈ പാറക്കല്ലൊക്കെ ഈ വർക്കൊക്കെ കണ്ടോ സൂര്യ? അതെ. എന്ത് ഈ വർക്കിനെ പറ്റി പറയാം? ആക്ച്വലി സ്റ്റോൺ മെഷീനറി എന്ന് പറയും. അതായത് പഴയ നമ്മൾ ഈ പാറക്കല്ലുകൾ യൂസ് ചെയ്തിട്ട് റോള്, അതായത് ഇതിന് തന്നെ പല 4-5 ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഉണ്ട്. അതായത് സിമെന്റ് യൂസ് ചെയ്യാതെ ചെയ്യാം. സിമെന്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഇറഗുലർ ആയിട്ട് ഷേപ്സ് ഉള്ള പാറ എടുത്തിട്ട് അത് അറേഞ്ച് ചെയ്ത് അതിന് അകത്ത് സിമെന്റ് ഇട്ട് പഴയ ഒരു ടെക്നിക്കാണ്. പഴയ കാലത്ത് നമ്മൾ ഇത് ഇഷ്ടംപോലെ കണ്ടു. പോസ്റ്റ് റബിൾ മെഷീനറി എന്നൊക്കെ ഇതിന് പറയും ഈ ഒരു ഡിസൈൻ, ഈ ഒരു പാറക്കല്ല്. മാത്രമല്ല ഇവര് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതായത് പഴയ ഓടൊക്കെ ഇട്ടാണ്. ഇവിടുന്ന് ഒരു വ്യൂ നോക്കിയാൽ ഓടിൽ നിന്നും ആ ഒരു ആടി പോയി നോക്കിയാൽ എന്നാ ലുക്കാണ്. മാത്രമല്ല ഓരോ ചെടികളും ഓരോ ഡിഫറൻ്റാണ്. ഈ ചെടിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ക്രിസ്മസ് ട്രീ പോലെ ഇത് കറക്റ്റ് ക്രിസ്മസ് ട്രീ ആക്കാം കേട്ടോ അല്ലേ? ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടാവും. ഒരു മോഡേൺ സ്റ്റൈലാണ് റൂംസ് ഒക്കെ. ഒരു മിക്സ്ഡ് ഫോർമാറ്റിലേക്കാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര എലഗന്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതെ. കണ്ണാടിയൊക്കെ കൊടുത്തിട്ട് തടിയെല്ലാം നാച്ചുറൽ തടിയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡ് അങ്ങനത്തെ എന്തൊരു കോർണർ ഒന്നുമില്ല അല്ലെ? കോർണേഴ്സ് ഇല്ലാത്ത ഫർണിച്ചേഴ്സ് ഒക്കെയാണ് ഇവർ ചെയ്തേക്കുന്നത്. അത് ഇവരുടെ ഇത് പ്ലാവിലൊക്കെ ചെയ്തിരിക്കുന്നത് കൂടുതലും. ഇവിടുത്തെ ഒരു ഇൻഫിനിറ്റി സൂര്യ ഇതൊരു പ്രൈവറ്റ് സ്പേസ് ആണ് അല്ലേ? നമുക്ക് ചെറിയ രീതിയിലൊക്കെ കുക്ക് ചെയ്യാം, ഫ്രണ്ട്സുകളൊക്കെ ചെയ്യാം. ഇതിനകത്ത് സ്പേസ് മുകളിലുണ്ട്. ആ 2 റൂമിൽ ഈ 2 റൂമിലേക്കുള്ള പ്രൈവറ്റ് സ്പേസ് ആണ്. ഓരോ ഏരിയക്കും ഓരോ റൂംസിനും ഇതേപോലെ പ്രൈവറ്റ് സ്പേസ് വന്നിട്ടുണ്ട്. ഒരു ലിവിംഗ് കം ഡൈനിങ് എന്നൊക്കെ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വന്ന് നമ്മൾ കോഫി കുടിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റ് വ്യൂ ആണ്. ഫർണിച്ചേഴ്സ് സോളിഡ് വുഡ് ബെഞ്ച് ആണ്. ആക്ച്വലി വുഡ് ബെഞ്ച് എന്നൊക്കെ പറയും. ഇത് സിംഗിൾ പീസ് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് തടിയെന്ന് അവർ പറഞ്ഞു. ഇതൊരു മോഡേൺ റസ്റ്റിക് ബാൽക്കണി ഡിസൈൻ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ സ്റ്റോൺ ഫിനിഷും റൂഫൊക്കെ ഓടിന്റെ ടൈപ്പ് ഓടാണ്. മാത്രമല്ല ഈ ഫർണിച്ചേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ വന്ന വേസ്റ്റ് വുഡൊക്കെ എടുത്തിട്ട് ഒരു എഡ്ജ്ലെസ് സ്റ്റൈലില് ആണ് അവർ ഫർണിച്ചേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് നമുക്ക് ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടോ റൂമിന്റെ മിററായിട്ട് കണ്ടോ. ഓരോ ഡിസൈനൊക്കെ അടിപൊളി എഡ്ജ്ലെസ് ആയിട്ടുള്ള. മാത്രമല്ല അതിനകത്ത് കണ്ണാടി നോക്കുമ്പോൾ തന്നെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ ദൃശ്യമാണ്. ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നതല്ലേ എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ടോയ്ലറ്റിൽ കൂടെ പോയാൽ നമ്മൾ വേറൊരു സ്ഥലത്തെത്തും. ആ സ്ഥലമാണ് പ്രൈവറ്റ് ഫുഡ്. നമ്മളിപ്പോ ഇൻഫിനിറ്റ് പൂൾ വീണ്ടും പ്രൈവറ്റ് വില്ലയുടെ നമ്മളുടെ പൂളാണ് നിങ്ങൾ ഈ കാണുന്നത്. പ്രൈവറ്റ് പൂളാണ്. ഇവിടെ ഇവിടുന്ന് നേരെ വന്ന് നമ്മളെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണിത്. സൺറൈസ് അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? സണ്ണ് ആ ക്ലൗഡ് മൂടി കിടക്കുന്നുണ്ട്. എന്താ വ്യൂ അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് പ്രകൃതി ഇഷ്ടമാണെങ്കിൽ പ്ലീസ് come over and experience this wonderful property. It will be one good choice and a great experience. Such a beautiful property. Fully recommended. Sylvan Resorts, Vagaman Land. Signing out. Chef Nala. Surya Raj.